എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരം വേദനിപ്പിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന അപൂർവ ആളുകൾക്ക് മാത്രമേ പറ്റൂ. ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില വാശികളൊക്കെ അങ്ങ് പറഞ്ഞു തീർക്കണം. എന്തിനാ വെറുതെ നമ്മൾ ഇതൊക്കെ കൊണ്ട് നടക്കുന്നത്? എത്ര കാലമെന്ന് നമുക്കൊരു ഉറപ്പുമില്ലാത്ത ഈ ജീവിതമല്ലേ? പരമാവധി സന്തോഷിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നിടത്തല്ലേ നമുക്ക് മൂല്യം കൂടുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ സ്വാർത്ഥരാവേണ്ടതായിട്ട് ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിഷ്കളങ്കരെയാണ് പൊതുവെ ആളുകൾ മുതലെടുക്കാറുള്ളത്. നമ്മുടെയൊക്കെ ഈ ജീവിതയാത്രയിൽ യാത്ര ചെയ്യാൻ മുന്തിയ കാറുകളുണ്ട്, കയറി താമസിക്കാൻ മുന്തിയ വീടുണ്ട്, ഒരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ട്. ഇവയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ മരിക്കുമ്പോൾ ഒന്നും തിരികെ കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ലളിതമായ ജീവിതം നയിക്കാനും പരസ്പരം ആളുകളെ സ്നേഹിക്കാനും സാന്ത്വനിപ്പിക്കാനും ഒക്കെ ശീലിച്ചാൽ വളരെ മനോഹരമായിരിക്കും. ഈ പഞ്ചസാരക്കും ഉപ്പിനുമൊക്കെ ഒരേ നിറമാണ്, പക്ഷേ രണ്ടിൻ്റെയും രുചിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതുപോലെയാണ് ചില ബന്ധങ്ങൾ. കാണുമ്പോൾ ഒരുപോലെയാണെന്നൊക്കെ തോന്നുമെങ്കിലും നമുക്കൊരാവശ്യം വരുമ്പോഴറിയാം അതിൽ ഏതാണ് നല്ലത്, ഏതാണ് മോശം എന്ന്. നമുക്ക് സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെ കുറവുകൾക്കൊന്നും പിന്നെ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. ഈ സ്നേഹം യാഥാർത്ഥ്യമാകുന്നത് എപ്പോഴാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മറ്റൊരാളിൻ്റെ കുറവ് അംഗീകരിച്ചുകൊണ്ട് സ്നേഹിക്കുമ്പോഴാണ്. നമ്മൾ താമസിക്കുന്ന വീട് എത്ര ചെറുതാണെങ്കിലും അവിടെ സമാധാനമുണ്ടെങ്കിൽ കൊട്ടാരത്തെക്കാൾ എത്രയോ വലുതാണത്. നമുക്ക് എല്ലാവരെയും സഹായിച്ചോ അല്ലെങ്കിൽ സന്തോഷിപ്പിച്ചോ ജീവിക്കാനൊന്നും പറ്റില്ല. അതിനേക്കാൾ എത്രയോ വലുതാണ് ആരെയും വിഷമിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത പോലെയൊക്കെ തോന്നും. അതിന് പ്രത്യേകിച്ച് ഭംഗിയൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾ പറയുന്നത് കേട്ടാൽ വല്ലാതെ അരോചകത്വമായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. നമ്മളെ അച്ഛനമ്മമാരൊക്കെ നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ കേട്ട് മടുത്തു, മതിയാക്കിക്കൂടെ എന്ന്. നമുക്കറിയില്ലല്ലോ അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്നുള്ളത്. അത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ എത്തണം. അപ്പോഴേക്കും കാലം ഒരുപാട് കടന്നു പോയിട്ടുണ്ടാവും. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന കാര്യത്തിൽ മിടുക്കന്മാരാണ് നമ്മൾ ഓരോരുത്തരും. താരതമ്യം ചെയ്യുന്നത് നമ്മളെക്കാൾ ഉയർന്ന നിലയിലുള്ളവരുമായിട്ടായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ദുഃഖത്തിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. മറിച്ച് നമ്മളെക്കാൾ താഴെയുള്ള ഒരുപാട് ആളുകളുണ്ട്, അവരുമായിട്ട് നമ്മളെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയേ. നമ്മൾ ജീവിതത്തിൽ എത്ര ഉയരങ്ങളിലാണ് നിൽക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെയൊക്കെ രക്തത്തിൽ ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, ക്യാൻസർ പോലുള്ള മാരക രോഗവുമായി ജീവിതത്തോട് മല്ലിടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് എന്തുകൊണ്ട് അവരോട് താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ല? പല കാര്യത്തിലും നമ്മളെക്കാൾ ഉയർന്നവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ടാവുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അതിനേക്കാൾ മുകളിൽ അനുഭവിക്കുന്ന ആളുമായി താരതമ്യം ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല? ഒരു ചെറിയ മാരുതി കാർ നമുക്കുണ്ടെങ്കിൽ നമ്മൾ താരതമ്യം ചെയ്യുന്നത് ബെൻസ് കാർ ഉള്ളവരുമായിട്ടാണ്. അതിനു പകരം ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുമായി നമ്മളൊന്ന് താരതമ്യം ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പോൾ മനസ്സിലാവും നമ്മൾ എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത് എന്ന്. എപ്പോഴും മുകളിലോട്ട് നോക്കുന്നതിന് പകരം താഴോട്ട് നോക്കുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എത്ര ഉയരത്തിലാണുള്ളതെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രതിസന്ധികൾ അല്ലെങ്കിൽ വിഷമങ്ങൾ വന്നു ചേരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത്രയൊക്കെയല്ലേ വന്നിട്ടുള്ളൂ, ഇതിലും വലുത് വന്നില്ലല്ലോ, ഇതൊക്കെ നമുക്ക് തരണം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കാൻ പഠിച്ചാൽ ജീവിതം എത്ര സുന്ദരമായിരിക്കും. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ ശീലിക്കുക. അന്നേ ദിവസം നമ്മളോട് ചെയ്ത എല്ലാ ദോഷങ്ങൾക്കും മോശം പ്രവൃത്തികൾക്കും എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ നമ്മൾ ശീലിക്കണം. കാരണം എന്താണെന്നറിയോ? നാളത്തെ പ്രഭാതം കാണാൻ നമ്മളെ ഉണരും എന്ന് ഒരു ഉറപ്പുമില്ലാത്തതാണ് നമ്മുടെയൊക്കെ ഈ കൊച്ചു ജീവിതം. നമുക്കൊക്കെ പരിചയമുള്ള ചില ആളുകൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ
അവരവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അവരെ അംഗീകരിക്കാറില്ല. നമുക്ക് സ്വന്തമെന്ന് തോന്നുന്ന ആളുകളോട് നമ്മൾ എന്തും സംസാരിക്കും. നമ്മുടെ മനസ്സിലുള്ള എല്ലാ രഹസ്യങ്ങളും അവരുമായി പങ്കുവെക്കും. അവരിൽ നിന്ന് അപ്രതീക്ഷിതമായ ചില വാക്കുകൾ തിരിച്ചു കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന മുറിവ്, ആ വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതൊക്കെ കണ്ടിട്ട് ജീവിക്കാനുള്ള ഒരവസരവും നമ്മൾ പാഴാക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? ഈ ജീവിതം തന്നെ ഒരു വലിയ അവസരമാണ്.